ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അല്ല സഹോദരങ്ങളെ, നമ്മൾ വളരെ നാളായി ഒരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടിയിട്ട് ഇന്ന് വിശുദ്ധ ഖുർആനിലെ ഒരു വാക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ വിശുദ്ധ ഖുർആൻ സൂറ ഇഖ്ലാസിലെ ഒരു വാക്കുണ്ടല്ലോ, സമദ്. എന്താണ് സമദ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സമദ് എന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഗംഭീരമായ നാമങ്ങളിൽ ഒന്നാണ്. പണ്ഡിതന്മാർ ഇതിന് പല അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് ചേരുന്നതാണ്. ഒരർത്ഥം സമദ് എന്ന് പറഞ്ഞാൽ ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ്. അപ്പോൾ അള്ളാഹുവിന് ആരുടെയും ആവശ്യമില്ല. ഭക്ഷണമോ ഉറക്കമോ സഹായമോ ഒന്നും വേണ്ടാത്തവൻ, അങ്ങനെയുള്ളവനാണ് സമദ്. മറ്റൊന്ന്, എല്ലാവരും ആശ്രയിക്കുന്നവൻ സമദിനാണ്. അവന് ആരുടെയും ആവശ്യമില്ല. എന്നാൽ സൃഷ്ടികൾ മുഴുവൻ എല്ലാ ആവശ്യങ്ങൾക്കും ആശ്രയിക്കുന്നത് അവനെയാണ്. ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാവരും അവനിലേക്ക് തിരിയുന്നു. അപ്പം അവൻ ആരുടെയും ആവശ്യമില്ല. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതിനും അവൻ്റെ ആശ്രയം ആവശ്യവുമാണ്. അതാണ് സമദ്. മറ്റൊരർത്ഥം, അവൻ പരിപൂർണനാണ്, ഒരു ന്യൂനതയും ഇല്ലാത്തവൻ. അവൻ്റെ ജ്ഞാനവും ശക്തിയും കാരുണ്യവും എല്ലാം പരിപൂർണമാണ്. അവനിൽ ഒരു കുറവുമില്ല. ഇപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആനിലെ ഖുൽ ഹുവ അല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് പറയുന്ന ആ സമദിന് പറയുമ്പോൾ നമുക്ക് ഈ ആശയങ്ങളൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണം. പരിപൂർണനാണ് അവൻ, ഒരു ന്യൂനതയുമില്ലാത്തവൻ. അവൻ്റെ അറിവും ശക്തിയും കാരുണ്യവും എല്ലാം പരിപൂർണമാണ്. അവനിൽ ഒരു കുറവുമില്ല. മറ്റൊരർത്ഥം ശാശ്വതൻ എന്നാണ്. ഒരിക്കലും നശിക്കാത്തവൻ, ആദിയും അന്ത്യവും ഇല്ലാത്തവൻ. ഇതിൻ്റെ ആരംഭം എന്നാണോ അവസാനം എന്നാണോ എന്നില്ലാത്ത ശക്തിമാനായ ഒരു ശക്തിപ്രഭാവമാണ് അല്ലാഹു. ഇനി അഞ്ചാമതൊരർത്ഥം പറയാവുന്നത് മഹത്വമുള്ളവൻ, നേതാവ് എന്നൊരർത്ഥത്തിൽ നമുക്ക് പറയാം. അവൻ്റെ മഹത്വത്തിലും നേതൃത്വത്തിലും എല്ലാവരും അവനെ ആശ്രയിക്കുന്ന വിധം ഉന്നതനായവൻ. അപ്പം നേതാവെന്ന് പറയുമ്പോൾ ആ നേതാവിൻ്റെ ആശ്രയിക്കുക, അവൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി. ഇതുപോലെ അല്ലാഹുവിനെ ഒരു നേതാവായിട്ട് വെച്ച് സകലരും അവൻ്റെ അടുത്ത് ആശ്രയം തേടി എത്തുന്നതാണ്. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അടിമകൾ എല്ലാ കാര്യത്തിലും ആശ്രയിക്കുന്ന നേതാവ് എന്നാണ് സമദ് എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവനുള്ള വസ്തുവകകളും ജീവനുള്ള സകലതും അവനിൽ ആശ്രയിക്കുന്നു. എന്നാൽ ഇതിലൊന്നിലും അവന് യാതൊരു ആശ്രയത്വവും ഇല്ല. സകലരും ആശ്രയിക്കുന്നവനാണ് സമദായവൻ. ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് സമദായവൻ. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ സമദ് എന്ന വാക്ക് നമ്മളിൽ ഇത്തരം ആലോചനാമൃതങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.